This program is sponsored by Malabar Agencies, ചിറ്റാരിക്കൽ ചെറുപുഴ. സ്വപ്നഭവനം പണിയുകയാണോ എങ്കിൽ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ച വേണ്ട. ലോകോത്തര ബ്രാൻഡുകൾ ഇനി ഒരേ കുടക്കീഴിൽ. മലബാർ ഏജൻസി, ചിറ്റാരിക്കൽ ചെറുപുഴ. തലശ്ശേരി അതിരൂപതയുടെ ജീവകാരുണ്യത്തിന്റെ മുഖമായ കരുണാലയം പാവപ്പെട്ടവരും തിരസ്കൃതരുമായ വൃദ്ധ മാതാപിതാക്കൾക്കൊരു അഭയകേന്ദ്രമായി നിലകൊള്ളുകയാണ്. മലബാറിന്റെ മോസസ് എന്നറിയപ്പെടുന്ന മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിന്റെ പൗരോഹിത്യ രജത ജൂബിലി സ്മാരകമായി 1975 ആഗസ്റ്റ് 24 സ്ഥാപിതമായ കരുണാലയം സുവർണ ജൂബിലിയുടെ നിറവിൽ എത്തിയിരിക്കുകയാണ്. തലശ്ശേരി അതിരൂപത തൻ്റെ ജീവകാരുണ്യത്തിന് മുഖം പ്രകാശിപ്പിക്കുന്ന വിവിധ മേഖലകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മേഖലയാണ് വൃദ്ധരായ അനാഥരായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കരുണാലയം എന്ന ജീവകാരുണ്യ സ്ഥാപനം. ഈ കാലയളവിൽ ഈ കരുണാലയത്തിൽ അന്തേവാസികളായിട്ട് താമസിച്ച് ഇവിടുന്ന് ശുശ്രൂഷ സ്വീകരിച്ചവർ 645 പേരോളം ഉണ്ട്. ഇവിടെ കരുണാലയത്തിൽ നിലവിലുള്ള സംവിധാനത്തിൽ 60 പേർക്കുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഗവൺമെൻറ് കണക്കും പ്രകാരമുള്ള സഹായം ലഭിക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ള അനുവാദം ലഭിച്ചിരിക്കുന്ന 60 പേർക്കുള്ള സൗകര്യങ്ങൾക്കാണ്. നിലവിൽ നമ്മൾ ആ സംഖ്യ നിലനിർത്തിക്കൊണ്ട് പോരുകയാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വൃദ്ധരായിട്ടുള്ള ആരും അന്വേഷിക്കാനില്ലാത്ത ശ്രദ്ധ കിട്ടാത്ത മാതാപിതാക്കളെയാണ് ഇവിടെ പ്രവേശിപ്പിക്കാറ്. അത് സ്വാഭാവികമായിട്ടും ഇടവക വികാരിമാർ ആവശ്യപ്പെടും. അവരുടെ ഇടവകയിൽ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ നോക്കാൻ അന്വേഷിക്കാനില്ലാത്തവരുണ്ട്. അവർക്ക് സൗകര്യം കൊടുക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെ എടുക്കും. അതോടൊപ്പം സാമൂഹ്യ പ്രവർത്തകർ ആവശ്യപ്പെടാറുണ്ട്. അവർ കണ്ടെത്തുന്ന ആൾക്കാരെ ഇവിടെ എത്തിക്കാറുണ്ട്. അതുപോലെ തന്നെ പോലീസുകാർ ആശുപത്രിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന ആൾക്കാരെ ഇവിടെ എടുക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാർ ആണ് ഇവിടെ അന്തേവാസികളായിട്ട് സ്വീകരിക്കുന്നത്. കരുണാലയത്തിൽ ഇതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളൊക്കെ അതിരൂപതയുടെ കീഴിൽ തന്നെ വരുന്നതാണ്. ഇവിടെയുള്ള ആൾക്കാർ ഇടവക്കാരൊക്കെ ധാരാളമായിട്ട് കരുണാലയത്തെ സഹായിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് സാമ്പത്തികമായിട്ട് സംഭാവനകൾ നൽകിക്കൊണ്ടും അതോടൊപ്പം വിവിധ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ സന്തോഷ അവസരങ്ങളിൽ, മാമോദീസ, വിവാഹം അതുപോലുള്ള അവസരങ്ങളിൽ അവരുടെ സന്തോഷത്തിൽ ഞങ്ങളെ പങ്കുചേർത്തുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ നൽകിക്കൊണ്ടും ഭക്ഷണം നൽകിക്കൊണ്ടും ഒക്കെ സഹായിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം വിവിധ ഇടവകളിൽ നിന്ന് മാസത്തിൽ ഒരിക്കൽ ഒരു ദിവസത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഉച്ചഭക്ഷണമൊക്കെ നൽകിക്കൊണ്ട് ഈ ഭവനത്തെ സഹായിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വിവിധ ഭക്ത സംഘടനകൾ ഇടവകളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ആവശ്യമായിട്ട് വരുന്നത് തുണി അലക്കുന്ന മേഖലയിലാണ്. അപ്പം അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്ന ദിവസവും വിവിധ ഇടവകളിൽ നിന്നൊക്കെ വന്ന് തുണി അലക്കി സഹായിച്ചും പരിസരം വൃത്തിയാക്കിയൊക്കെ കരുണാലയത്തെ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത് SB കോൺവെന്റുകാരാണ്, സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട്, ഉപവയുടെ സഹോദരിമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന സിസ്റ്റേഴ്സ്. അവർ 4 പേര് ഇവിടെ രാപ്പകൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവരുടെ ശുശ്രൂഷയിലൂടെ വളരെ ഭംഗിയായ രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും മികച്ച ഭക്ഷണവും അതോടൊപ്പം നല്ല താമസ സൗകര്യവും
വിനോദത്തിനും വിശ്രമത്തിനുള്ള ധാരാളം സന്ദർഭങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും ഇവിടുത്തെ പ്രത്യേകത അനുസരിച്ച് സിസ്റ്റർമാർ ശുശ്രൂഷിക്കുന്ന കിടപ്പ് രോഗികളാണ്. ഇവിടെയുള്ള 60 പേരിൽ 45 പേര് കിടപ്പ് രോഗികളാണ്. അവരെ ശുശ്രൂഷിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന സിസ്റ്റർമാരാണ് ഇവിടെ ഉള്ളത്. ബാക്കിയുള്ള ആൾക്കാർ അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ഊട്ടുമുറിയിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നവർ ഈ 60 പേരിൽ 15 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം ഭക്ഷണം അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് ഭക്ഷണം പ്രത്യേക രീതിയിലൊക്കെ വാരി കൊടുക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ആ ശുശ്രൂഷ സിസ്റ്റർമാർ ഭംഗിയായിട്ട് ചെയ്യുന്നു. അതോടൊപ്പം സഹായിക്കുവാനായിട്ട് ഒത്തിരി വോളണ്ടിയർമാർ എപ്പോഴുമുണ്ട്. അതോടൊപ്പം ഈ സ്ഥാപനത്തിൽ 13 സ്ഥിരം ശുശ്രൂഷകരായിട്ട് ഉണ്ട്. അവർ പൈസ കൊടുക്കുന്നവരാണ്, ശമ്പളം പറ്റിക്കൊണ്ട് സേവനം ചെയ്യുന്നവരാണ്. അവരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് ഈ സ്ഥാപനം ഇത്ര ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. (2003) ഈ സ്ഥാപനത്തോട് ചേർന്ന് തന്നെ ഇവിടെയുള്ള സിസ്റ്റർമാരുടെ സഹകരണത്തോടു കൂടി ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിന് വേണ്ടി സ്വാന്തനം എന്ന സ്ഥാപനം കൂടി ആരംഭിക്കുകയുണ്ടായി. ഈ സ്ഥാപനത്തിൽ 381 പേര് ക്യാൻസർ രോഗികളെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കാലയളവിനുള്ളിൽ അവർക്കെല്ലാം ഒരു ഭാഗ്യമരണം കൊടുക്കുവാൻ, ഒരു മരണത്തിന് നല്ല ഒരു ഒരുക്കം കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ പ്രവർത്തനങ്ങളും നടത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ട സാമ്പത്തിക സഹായമൊക്കെ കരുണാലയത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ക്യാൻസർ രോഗികളെ അവരെ സ്വീകരിക്കുന്നത് ക്യാൻസറിന്റെ അവസാന സ്റ്റേജ് പാലിയേറ്റീവ് കെയറിന്റെ മേഖലയിലാണ്. അവിടെയുള്ള ക്യാൻസർ പേഷ്യന്റിനെ മരണത്തിനൊരുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത്. സാധാരണഗതിയിൽ ഒരു 3 മാസം 4 മാസമൊക്കെയാണ് ലാസ്റ്റ് സ്റ്റേജിലുള്ള ക്യാൻസർ രോഗികളെ ഇവിടെ പരിചരിക്കേണ്ടതായിട്ട് വരിക. എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ വർഷങ്ങളോളം ഇവിടെ പരിചരണത്തിൽ കഴിഞ്ഞവരുണ്ട്. അപൂർവമായിട്ട് രോഗം മാറി സുഖപ്പെട്ട് വീട്ടിലേക്ക് പോയ കേസുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന, ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വിമല ഹോസ്പിറ്റൽ. ഇതിനെല്ലാം ഒരുമിച്ച് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. വിമല ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഇവിടെയുള്ള രോഗികളെ പരിചരിക്കുവാൻ വരികയും ആവശ്യമായ സന്ദർഭങ്ങളെല്ലാം അവർക്ക് മരുന്ന് കൊടുക്കുവാനും അവരെ കരുണാലയത്തിൽ വന്ന് സന്ദർശിക്കുവാനും സ്വാതന്ത്ര്യത്തിൽ വന്ന് സന്ദർശിച്ച് രോഗവിവരം മനസ്സിലാക്കി ചികിത്സ നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആശുപത്രിയും കരുണാലയത്തിന്റെ ഭാഗമായിട്ട് തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 50 വർഷങ്ങൾ 1000-ലധികം വൃദ്ധജനങ്ങൾക്ക് ആശ്വാസമാകുവാനും അഭയമേകുവാനും കരുണാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തം ഭവനത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പല കാരണങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ടവരെ ദൈവസ്നേഹത്തിന്റെ കുടക്കീഴിൽ ചേർത്ത് പിടിക്കുവാൻ കരുണാലയത്തിന് കഴിഞ്ഞു. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടുള്ളത് ഇതിന്റെ ഡയറക്ടർമാരായി സേവനം ചെയ്തിട്ടുള്ള വൈദികരാണ്. ആദ്യകാലങ്ങളിൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹത്തിന്റെയും ഇപ്പോൾ സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് സന്യാസിനി സമൂഹത്തിന്റെയും സെമിനാരി വിദ്യാർത്ഥികളുടെയും നിസ്വാർത്ഥമായ ശുശ്രൂഷകൾ കരുണാലയത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. എൻ്റെ പേര് സിസ്റ്റർ സുമാറാണി. ഞാൻ അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹത്തിൽപ്പെട്ട ഒരു സിസ്റ്ററാണ്. ഞങ്ങളിവിടെ രോഗികളായ ആരാലും ഉപേക്ഷിക്കപ്പെട്ട ഈ മക്കൾക്ക് ഇവിടെ സേവനം ചെയ്തു വരികയാണ്. മരണാസന്നമായ അവസ്ഥയിലാണ് അവരെല്ലാവരും ഇവിടെ വരുന്നത്. രോഗികളും പലവിധ വേദനകളാലും അസുഖങ്ങളാലും വളരെ കഷ്ടപ്പെട്ട് വരുന്ന മക്കൾക്ക് ഞങ്ങൾ യേശുവിൻ്റെ സ്നേഹം ഇവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും അവരെ ഈശോയിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു പോകുന്നു. രാവിലെ അവരെ ഒരുക്കി അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം അവർ
കുർബാനയ്ക്ക് കൊണ്ടുവരികയും അതിനുശേഷം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ നൽകുകയുമാണ് ചെയ്യുന്നത്. വളരെ അത്യാസന്ന നിലയിൽ കിടക്കുന്നവർക്ക് ഞങ്ങൾ ഭക്ഷണം കോരി കൊടുക്കുകയും ബെഡ് റിഡൻ പേഷ്യൻസിന് ട്യൂബ് ഫീഡിംഗ് മുതലായവയെല്ലാം ഞങ്ങൾ സേവനം ഇവിടെ ചെയ്തു പോകുന്നു. പിന്നെ അവരുടെ ഇടയിൽ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട്, തളർന്നു കിടക്കുന്നവരുണ്ട്, ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, നടക്കാൻ കഴിയാത്തവരും എല്ലാ വിധത്തിൽപ്പെട്ടവരും ഉണ്ട്. ഇവർക്കെല്ലാം ഞങ്ങൾ അവർക്ക് വേണ്ടതായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഇവിടെ ഈശോയുടെ സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് നടക്കുന്നു. തലശ്ശേരി അതിരൂപതയുടെ ജൂബിലി സ്മാരകമായി ചെമ്പേരി കരുണാലയത്തോട് ചേർന്ന് മരണാസന്നരായ ക്യാൻസർ രോഗികൾക്കായി 2003 ഡിസംബർ 3 ആരംഭിച്ച സാന്ത്വനം പാലിയേറ്റീവ് കെയർ സെന്റർ അനേകം കുടുംബങ്ങൾക്ക് ആശ്വാസ കേന്ദ്രമാണ്. ക്യാൻസർ രോഗത്തിന്റെ വേദനകളിലും ദുഃഖങ്ങളിലും പ്രയാസപ്പെടുന്നവർക്ക് കാരുണ്യത്തിന്റെയും കരുതലിന്റെയും മഹത്തായ ശുശ്രൂഷ നൽകുവാൻ സാന്ത്വനം പാലിയേറ്റീവ് കെയർ സെന്ററിന് കഴിയുന്നുണ്ട്. ഇതിനോടകം 500-ലേറെ ക്യാൻസർ രോഗികൾ സാന്ത്വനത്തിന്റെ ശുശ്രൂഷ സ്വീകരിച്ച് നിത്യസമ്മാനത്തിനായി കടന്നുപോയിട്ടുണ്ട്. ഞാൻ സിസ്റ്റർ ഡെൽസി SD ഇവിടെ സുപ്പീരിയർ ആയിട്ട് സേവനം ചെയ്യുന്നു. ഞങ്ങളുടെ ദിനചര്യ എന്ന് പറയുമ്പോൾ 5:30 മുതൽ പ്രാർത്ഥനയിലേക്ക് ഞങ്ങൾ കടന്നു വരും. ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ദിവ്യകാരുണ്യമാണ്. വിശുദ്ധ ബലിയോടുകൂടി ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. വിശുദ്ധ ബലിക്ക് ശേഷം ആരാധനയും ജപമാലയും ഉണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ പാപ്പന്മാരെയും അമ്മമാരെയും ശുശ്രൂഷിക്കാനായിട്ട് ഞങ്ങൾ കടന്നു ചെല്ലുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ ഈ അപ്പച്ചമാരും അമ്മച്ചിമാരും വിശുദ്ധ ബലിയിൽ നടക്കാൻ പറ്റുന്നവർ, ഒരുവിധം ചാപ്പലിലേക്ക് കടന്നു വരാൻ പറ്റുന്നവരെ എല്ലാം ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുവരികയും അവരും ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അവർക്കും ഒരു ശക്തിയാണ്, ഞങ്ങൾക്കും വലിയൊരു ദിവ്യകാരുണ്യവും തിരുഹൃദയവുമാണ് ഞങ്ങളുടെ പ്രധാന സ്രോതസ്സായിട്ട് ശക്തി കേന്ദ്രമായി നിലനിൽക്കുന്നത്. ഇവിടെ ഞങ്ങളോടൊപ്പം ഞങ്ങൾ 4 സിസ്റ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം പുറത്തുനിന്ന് സ്റ്റാഫുണ്ട്. ഞങ്ങളോടൊപ്പം തന്നെ അവരും ചേർന്ന് ഈ ജോലിയിൽ പങ്കുചേരുന്നുണ്ട്. ഞങ്ങൾ ശുശ്രൂഷിക്കുക എന്ന് പറയുമ്പം ഞങ്ങളുടെ സ്ഥാപക പിതാവ് പറഞ്ഞിരിക്കുന്ന മത്തായി 25:40 എൻ്റെ ഏറ്റവും ഇളയ സഹോദരന്മാർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചനത്തിൻ്റെ പ്രചോദനമാണ് സ്ഥാപക പിതാവിനെ SD സ്ഥാപിക്കാനായിട്ട് പ്രചോദിപ്പിച്ചത്. അതേ ചൈതന്യമാണ് ഞങ്ങളെയും വൃദ്ധരായ ഈ മാതാപിതാക്കളിൽ ഈശോയെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അവരെ ശുശ്രൂഷിക്കുന്നത്. പിന്നെ ഇവിടുത്തെ സാമ്പത്തികമായ രീതിയിൽ പറയുമ്പോൾ ഇവിടെ മറ്റുള്ളവരുടെ ഡൊണേഷൻ കൊണ്ടാണ് കൂടുതലും കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ചിലപ്പോൾ ഒക്കെ അരിയൊക്കെ തീർന്ന സമയങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ മനസ്സിലിങ്ങനെ ഓർക്കും, ആരെങ്കിലും ഒന്ന് എവിടെന്നെങ്കിലും ഒന്ന് കിട്ടണമല്ലോ എന്ന്. അപ്പോൾ ആരെങ്കിലും കൊണ്ടുതരും. അങ്ങനെ ഒത്തിരി പ്രൊവിഡൻസ് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്ന്. പിന്നെ ഓരോരുത്തരുടെ കല്യാണം, മാമോദീസ, ബർത്ത്ഡേ, അതിനൊക്കെ ആളുകൾ ഇവിടെ ഫുഡ് തരാറുണ്ട്, അതുപോലെ ഡൊണേഷൻസ് തരാറുണ്ട്. കരുണാലയം സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ അതിരൂപതയിലെ മുഴുവൻ വൈദികരെയും സന്യസ്തരെയും അൽമായ സഹോദരങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണത്തിലൂടെയാണ് ഈ സ്ഥാപനം നടത്തപ്പെടുന്നത്. നിങ്ങളുടെ കുടുംബങ്ങളിലെ ആഘോഷാവസരത്തിലും മറ്റ് സന്ദർഭങ്ങളിലും ചെമ്പേരി കരുണാലയത്തെ സഹായിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന സന്മനസ്സിനെ നന്ദിയോടെ ഓർമ്മിക്കുന്നു. തലശ്ശേരി അതിരൂപതയിലെ വിവിധ ഭക്തസംഘടനകൾ വഴിയുള്ള സഹായങ്ങളും ശുശ്രൂഷകളും കരുണാലയത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. ഞാൻ സിസ്റ്റർ ടെസ്മി SD അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹത്തിലെ ഒരു അംഗമാണ്. പിന്നെ ഞാനിവിടെ പാലിയേറ്റീവിലാണ് വർക്ക് ചെയ്യുന്നത്. ക്യാൻസർ ആയിട്ടുള്ള ലാസ്റ്റ് സ്റ്റേജിൽ ആണ് അവരിവിടെ വരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട രോഗികൾ, അവർക്ക് വീട്ടിലെ സാഹചര്യം ഇല്ലാത്തവർ, ഹോസ്പിറ്റൽ സൗകര്യം വേണ്ടവരാണ്. അപ്പോൾ അവരെ ഉപേക്ഷിക്കപ്പെട്ട് വീട്ടിൽ നോക്കാനായിട്ട് അസൗകര്യമുള്ളവരാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെയുള്ള ലാസ്റ്റ് സ്റ്റേജിലുള്ള രോഗികൾ വളരെയധികം മരണത്തോട് മല്ലിടുന്ന രോഗികളാണ്. അവർക്ക് മുറിവുകളുണ്ട്, ചിലർക്ക് ട്യൂബൊക്കെ ഇട്ടവരാണ്, ചിലർ ബെഡ് റിഡൻ പേഷ്യൻസ് ആണ്, ചിലർ എഴുന്നേറ്റ് നടക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് പലതരത്തിലുള്ള വേദനകളും കഠിനമായ വേദനകളും വളരെ ഭീകര ഒരവസ്ഥയാണ് അവരുടേത്. അപ്പോൾ ആ അവസ്ഥയിൽ അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വലിയ ദൈവാനുഭവമാണ്. പിന്നെ അവരുടെ വേദനയ്ക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാതെയും ഛർദിയും അങ്ങനെയുള്ള വോമിറ്റിംഗ് സെൻസേഷനൊക്കെ ഉള്ള വ്യക്തികളൊക്കെ കൂടുതൽ ഒത്തിരി കംപ്ലൈൻറ്റുകൾ അവർക്കുണ്ട്. അപ്പോൾ അവരിവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് കൃത്യസമയത്ത് മരുന്നും ഭക്ഷണവും ഒക്കെ കൊടുത്തു കഴിയുമ്പം
വേദനയൊക്കെ കുറഞ്ഞ് അവർ ഒത്തിരി ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ അവരുടെ ഡ്രസ്സിങ് മുറിവുകളൊക്കെ കഴുകി അവരെ വൃത്തിയാക്കി കുളിപ്പിച്ച് എല്ലാം വേദനയൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ അവരൊത്തിരി ആശ്വാസം അനുഭവിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരെ കുളിപ്പിക്കുകയും അവർക്ക് ഡ്രസ്സിങ്ങും മരുന്നുകളും എല്ലാം കൃത്യസമയത്ത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ആ രോഗത്തിൽ നിന്ന് അവർ അനുഭവിക്കുന്ന ആ ഭീകര അവസ്ഥയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു ആശ്വാസം അവർക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വേദന, അവരുടെ വേദന എന്ന് പറഞ്ഞാൽ ഒരു മാരകമായ ഒരു നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത വേദനയാണ് അവർക്ക്. അപ്പോൾ അതിന് അവർ മരുന്നൊക്കെ കൊടുത്ത് അവരെ വേണ്ടതുപോലെ അവർ കൃത്യസമയത്ത് അവരെ പരിചരിച്ച് കഴിയുമ്പോൾ ഒത്തിരി ആശ്വാസം അനുഭവിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന രോഗികളെല്ലാം ഡോക്ടേഴ്സ് പറഞ്ഞത് 1 മാസം അല്ലെങ്കിൽ 2 മാസം അവധിയൊക്കെ പറയുന്നവരാണെങ്കിൽ പോലും വന്നു കഴിഞ്ഞ് നമ്മുടെ ശുശ്രൂഷയൊക്കെ സ്വീകരിച്ച് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നേക്കാൾ കൂടുതൽ അവധിക്ക് അതിലും ആയുസ് നീണ്ടു പോകുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഒത്തിരിയേറെ ആശ്വാസം പ്രാപിച്ചിട്ടാണ് അവർ ഈ ലോകത്തുനിന്ന് കടന്നു പോകുന്നത്. ചുരുക്കം ചിലരൊക്കെ സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് പോവുകയും കുറച്ച് കാലയളവിലും കൂടെ അവർക്ക് ജീവിക്കാനും ഒരു നല്ല ആശ്വാസത്തോടെ ജീവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അവരുടെ മരണാവസരങ്ങളിൽ അവർക്ക് കൂടുതൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവരോടൊപ്പം ആയിരിക്കുകയും അവരുടെ വേദനയിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് അവരോടൊപ്പം ആയിരുന്നു അവരെ ശുശ്രൂഷിച്ച് ഈ ലോകത്തു നിന്ന് അവർ കടന്നു പോകുമ്പോൾ ഒരു ആശ്വാസം പ്രാപിച്ച് നല്ല സന്തോഷത്തോടെ ദൈവത്തിൽ എത്തിച്ചേരുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഞാൻ സിസ്റ്റർ അമൃത, അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹത്തിലെ കോതമംഗലം പ്രൊവിൻസിലെ ഒരംഗമാണ് ഞാൻ. ഏകദേശം ഒരു 6 മാസത്തോളമായി ഞാൻ ഇവിടെ വന്നിട്ട്. നേരത്തെ ഇതുപോലെയുള്ള ഒരു ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത് അധികം ഞാൻ ചെയ്തിട്ടില്ല. ഫോർമേഷൻ ഫീൽഡിലായിരുന്നു കൂടുതൽ കുട്ടികളോട് കൂടെ ആയിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞുനാൾ മുതൽ അമ്മ മറ്റുള്ളവരെ സഹായിക്കാനും അല്ലെങ്കിൽ പാവപ്പെട്ടവരെ അവരോടുള്ള ഒരു സ്നേഹം പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പഠിപ്പിക്കലായിരിക്കണം ഒരുപക്ഷെ സന്യാസ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സന്യാസം തിരഞ്ഞെടുക്കാനായിട്ട് അത് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ പാവങ്ങളെ ശുശ്രൂഷിക്കുന്നവര് സഭയിൽ ചേരണം എന്നുള്ള ഒരു പ്രേരണ കൂടുതൽ ഉള്ളിലുണ്ടായത്. അപ്പൊ ആ പ്രേരണയോട് കൂടെ തന്നെ ഞങ്ങൾ വരുമ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് ഇതുപോലെ പാവങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു പരിശീലന രീതിയാണ് ഞങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ പകർന്നു കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും പാവങ്ങളോട് അല്ലെങ്കിൽ അഗതികളോട് ഒരു സ്നേഹത്തിന്റെ ഭാവം, കരുണയുടെ ഭാവം എപ്പോഴും ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. ആ ശുശ്രൂഷ കൂടുതൽ ഒരു സന്തോഷത്തിന്റെ അനുഭവം ഉള്ളിൽ പകർന്നു വരുന്നതായിട്ടാണ് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തില് എപ്പോഴും ഇവരോട് കൂടെ ആയിരിക്കുമ്പോൾ കൂടുതൽ മനസ്സിൽ ഒത്തിരി സന്തോഷമാണ് അനുഭവപ്പെടുന്നത്. ഏതൊരു അവസ്ഥയിൽ ഇപ്പം നമുക്കറിയാം, അവരെ ശുശ്രൂഷിക്കുമ്പോൾ കിടക്കുന്നവരുണ്ട്, രോഗികളായിട്ട് കഴിയുന്നവരുണ്ട്. അങ്ങനെയുള്ള ശുശ്രൂഷകളെല്ലാം ചെയ്യുമ്പോൾ ആദ്യം നാളുകൾ ചിലപ്പോൾ നമുക്ക് അറപ്പും വെറുപ്പും ഒക്കെ തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇതെല്ലാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അല്ലെങ്കിൽ അവരിൽ ഈശോയെ കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിന് ഒരു ആനന്ദവും സന്തോഷവുമാണ് എപ്പോഴും ലഭിച്ചിട്ടുള്ളത്. കാരണം വെല്ലച്ചൻ ഞങ്ങളെ, അതായത് ഞങ്ങളുടെ സ്ഥാപക പിതാവായ ധന്യൻ വർഗീസ് പയ്യപ്പള്ളിയച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്, മക്കളെ നിങ്ങളുടെ ഭക്തി പാവങ്ങളോടുള്ള ഭക്തി ആയിരിക്കണം, അഗതി സേവനം നിങ്ങൾക്ക് നിരന്തരം ദൈവാനുഭവമായിരിക്കണം. അപ്പം ഈ ഒരു നിരന്തര സേവനത്തിന്റെ അനുഭവം അത് ഞങ്ങളുടെ മനസ്സിന് എപ്പോഴും സന്തോഷം നൽകുന്നതാണ്, സംതൃപ്തി നൽകുന്നതാണ്. ഇത് നമുക്ക് പുറത്തുനിന്ന് എത്രമാത്രം മറ്റുള്ളവർ നമുക്ക് സാമ്പത്തികമായി സഹായം ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നതല്ല. ഇത് ഈശോയുടെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് അഗതികളിൽ യേശുരൂപം ദർശിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ ആ ഒരു സേവനത്തിന്റെ മഹത്വം ഞങ്ങൾ അനുഭവിക്കുന്നു. അതായത് ആത്മരക്ഷ, ആത്മാക്കളുടെ രക്ഷ, ദൈവമഹത്വം, ഇതാണ് ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷയുടെയും അടിസ്ഥാനമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും സന്തോഷക്കുറവോ സംതൃപ്തിക്കുറവോ അനുഭവപ്പെട്ടിട്ടില്ല. ഇവർക്കെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷവും ഉള്ളിൽ സംതൃപ്തിയും സമാധാനവും അനുഭവിച്ചുകൊണ്ട് ഇവരോട് കൂടെ ആയിരിക്കാനായിട്ടാണ് ഞങ്ങൾക്ക് സാധിക്കുന്നത്. കഴിഞ്ഞ 50 വർഷങ്ങളായി ഈശോയുടെ കരുണാർദ്ര സ്നേഹം ആളുകളിലേക്ക് എത്തിക്കുവാൻ കരുണാലയത്തെ ഉപകരണമാക്കിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പാവപ്പെട്ടവരിൽ ഈശോയെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുവാനും തലശ്ശേരി അതിരൂപതയുടെ ജീവകാരുണ്യത്തിന്റെ മുഖമായി സമൂഹത്തിൽ നിലകൊള്ളുവാനും കരുണാലയത്തിന് ഇനിയും കഴിയട്ടെ.
ദേവലോകരഥമായി തന്നരെ 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 തേടി വന്നതായിരുന്നേ തന്നരെ. ഈ സ്ഥാപനത്തെ സഹായിക്കുവാനോ ഇവിടെ സേവനം ചെയ്യുവാനോ താല്പര്യപ്പെടുന്നവർ വിളിക്കുക. This program is sponsored by മലബാർ ഏജൻസീസ് ചിറ്റാരിക്കൽ ചെറുപുഴ. സ്വപ്നഭവനം പണിയുകയാണോ എങ്കിൽ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ച വേണ്ട. ലോകോത്തര ബ്രാൻഡുകൾ ഇനി ഒരേ കുടക്കീഴിൽ. സിമന്റ്, സ്റ്റീൽ, പെയിന്റ്സ് തുടങ്ങിയവയുടെ ലോകോത്തര ബ്രാൻഡുകളെല്ലാം ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത്. നിർമ്മാണ വിസ്മയങ്ങൾക്ക് അണമുറിയാത്ത വിശ്വാസ്യത. മലബാർ ഏജൻസി ചിറ്റാരിക്കൽ ചെറുപുഴ. ഫോൺ 97 47 28 64 19 94 95 23 24 19.